2019 നടക്കുമ്പോൾ കൃത്യമായിട്ട് ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും അതിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുണ്ട്. അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ സത്യമൊക്കെ പുറത്തു വരും. അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് കണ്ടത് വേറെ, കാണാത്തത് വേറെ, ഇങ്ങനെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം. അരുൺകുമാർ, നിരവധി വിഷയങ്ങൾ. ഞാൻ കഴിഞ്ഞ 2 ദിവസവും വായിച്ചൊരു പത്രവാർത്തയുണ്ട്. 4/9/1998 പത്രവാർത്ത. മാതൃഭൂമി പത്രം അന്ന് വലിയ ഹെഡിങ്ങിൽ സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിൽ ഇന്ന് ഏറ്റെടുക്കും എന്ന ഹെഡിങ്ങിൽ വന്ന വാർത്തയിൽ വളരെ കൃത്യമായി എവിടെയൊക്കെയാണ് സ്വർണം കവചം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനയുടെ പ്രതിമകൾ, 2 ദ്വാരപാലകന്മാർ, ശ്രീകോവിലിലെ 3 കർണകൂടവും തൂണുകളും എന്നിങ്ങനെ എന്തൊക്കെ സ്വർണം പൂശിയിട്ടുണ്ട്, എന്തൊക്കെ സ്വർണം കവചം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുപോലെ 2013 എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫുകളിൽ വളരെ വ്യക്തമായി ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞ നിലയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാദം ഒരു തരത്തിലും സംഗതമല്ല. പക്ഷേ ഈ പത്ര റിപ്പോർട്ടുകൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒഫീഷ്യലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകളും റെക്കോർഡുകളും ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ തിരുവാഭരണ കമ്മീഷണറായിരുന്ന വ്യക്തി ഇതേ ഫ്ലോറിൽ ഇതേ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളിലില്ല എന്നാണ്. 30 കിലോയിൽ കൂടുതൽ സ്വർണം ഉപയോഗിച്ച് നടന്ന പ്രവർത്തികളുടെ അടക്കം കൃത്യമായ കണക്കുകൾ, കൃത്യമായിട്ടുള്ള രജിസ്റ്റർ സൂക്ഷിക്കാത്ത പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ, എന്തൊക്കെ, ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് സംശയിക്കും. ആ സംശയത്തിന് നിവൃത്തി വരുത്തണ്ടേ? അഭിലാഷേ, ഇവിടെ ഇപ്പൊ ഈ ശ്രീ രാഹുൽ ഈശ്വർ ചർച്ച പറഞ്ഞു തുടങ്ങിയത് ഇതില് ഈ ദ്വാരപാലക സ്വർണം പൂശിയോ എന്ന് എനിക്ക് അറിയില്ല എന്ന രൂപത്തിൽ ഞാൻ ചർച്ച നടത്തിയതാണ്. കഴിഞ്ഞ 2-3 ദിവസമായി വിവിധ ചാനലുകളിൽ ഞാനും ഇദ്ദേഹവും ചർച്ചയിലുണ്ട്. ഒരു തരത്തിലും എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യം എന്നതിലാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം 2019 തയ്യാറാക്കിയ മഗസറിൽ ചെമ്പ് എന്ന് പ്രത്യേകം സൂക്ഷിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി താങ്കൾ കേൾക്കണം. സ്വർണം ക്ലാഡഡ്, സ്വർണം പ്ലേറ്റഡ്, ഇത് രണ്ടാണ്. ഒരിക്കൽ പ്ലേറ്റ് ചെയ്ത സാധനത്തിൽ സ്വർണം പ്ലേറ്റ് ചെയ്താൽ പിന്നെ വീണ്ടും സ്വർണം പ്ലേറ്റ് ചെയ്യേണ്ടതില്ല. അന്ന് 2019 തന്ത്രി അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും അതിൽ നാശനഷ്ടം വരികയോ മറ്റെന്തെങ്കിലും വന്നാലും ഒരിക്കൽ സ്വർണം പ്ലേറ്റ് ചെയ്തതിൽ വീണ്ടും സ്വർണം പ്ലേറ്റ് ചെയ്യണം എന്ന് പറയാൻ ഒരു തരത്തിലും സാധ്യതയില്ല. അതുകൊണ്ട് സ്വർണം ക്ലാഡഡ് ആണെങ്കിൽ അതിൽ നേർത്ത ആ സ്വർണം ക്ലാഡഡ് അഴിച്ചു മാറ്റി ഉള്ളിലെ ചെമ്പ് കൊണ്ടാം. അതിൽ ശുദ്ധീകരിച്ച ചെമ്പ്, ശുദ്ധി ചെയ്യാത്ത ചെമ്പൊക്കെ മഗസറിലെ വാചകങ്ങളാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ടു ബി വൈഡ്ലി ഇൻവെസ്റ്റിഗേറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, അല്ല, ഈ ഒറ്റ സെക്കൻഡ്, ഈ സ്വർണ്ണ തകിട് അഴിച്ചു മാറ്റി ബാക്കിയുള്ള ചെമ്പാണ് ഇവർ കൊണ്ടുപോയത് എന്ന് വെക്കുക. ചെമ്പാണ് എന്ന് ഈ കൊണ്ടുപോയ ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ അവകാശപ്പെടുന്നു. ഞാൻ പോയി പണിശാലയിൽ പോയി നോക്കിയപ്പോൾ കണ്ടത് ചെമ്പ് മാത്രമാണെന്ന് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ സ്വർണ്ണ തകിട് അഴിച്ചു മാറ്റി ബാക്കി ഭാഗമായിരിക്കും കൊടുത്തു വിട്ടിട്ടുള്ളത് എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പൊ ഈ അഴിച്ചു മാറ്റിയ സ്വർണ്ണ തകിട് എവിടെ പോയി? അല്ല, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അറിയില്ല എന്നൊരു വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. രാഹുൽ ഈശ്വർ അത് തെറ്റിദ്ധരിച്ചതാണ്. ഈ കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി ശബരിമലയുടെ പൊതു സ്വത്ത് ശബരിമലയിലേക്ക് വിവിധ ഘട്ടങ്ങളിൽ പലരും സമർപ്പിച്ചത് ഒരു അംശം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ആര് വീഴ്ച വരുത്തിയാലും ഏറ്റവും ഗൗരവമായിട്ടുള്ള ക്രിമിനൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത് നടപടിയെടുക്കണം. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, 2019 ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ശബരിമല മരാമത്ത് ഡിവിഷൻ എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇന്ന് മരാമത്ത് ഡിവിഷൻ എഞ്ചിനീയർ അല്ല. 2019 നടക്കുമ്പോൾ കൃത്യമായിട്ട് ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും അതിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുണ്ട്. അവരെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഈ സത്യമൊക്കെ പുറത്തു വരും. ഞാൻ ചെന്നപ്പോൾ അതാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം മഗസറിൽ കൃത്യമായി രേഖപ്പെടുത്തി ശബരിമലയിലേക്ക് വരുന്ന ഒരു നാണയം വരെ കൃത്യമായി കണക്കുള്ളതല്ലേ. ഇപ്പൊ ഉത്സവ സീസണുകളിൽ ഉപയോഗിക്കേണ്ട ആഭരണം, ദിവസ പൂജകളിൽ ഉപയോഗിക്കേണ്ട ആഭരണം, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആഭരണം, ഇതൊക്കെ റിസർവ് ബാങ്കിൽ വളരെ ആശ്ചര്യജനകമാണ്. ഇത്രയും പ്രധാനപ്പെട്ട സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രീതി. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ തിരുവാഭരണ കമ്മീഷണർ കാര്യം പറഞ്ഞല്ലോ. ഇത് അഴിച്ചപ്പോൾ ഉള്ള തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല തിരികെ വെച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ചുമതല ഏറ്റെടുത്ത ഒരു ദിവസം പിറ്റേന്നാണ് ഈ സംസാരിച്ച തിരുവാഭരണ കമ്മീഷണർക്ക് ഈ സാധനം ഇവിടെ ഇല്ല, ചെന്നൈയിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഇൻസ്പെക്ട് ചെയ്യാൻ പോവാണ്. ഈ സ്പോൺസർമാരും മറ്റുമൊക്കെ
അവിടെ സന്നിഹിതരാണ്. അന്നേരം അദ്ദേഹം കാണുന്നുണ്ട് ഇത് ചെമ്പാണ് എന്നുള്ളത്. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു കമ്മീഷണറാണ്. അപ്പോൾ അഴിച്ചുകൊണ്ട് പോയ കമ്മീഷണർ അല്ലെങ്കിൽ അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഉള്ള കമ്മീഷണർ വേറെ, ഇത് കണ്ടത് വേറെ, കാണാത്തത് വേറെ. ഇങ്ങനെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം. അല്ല, ഒറ്റ പ്രശ്നം, സർക്കാർ ജീവനക്കാരാണല്ലോ എല്ലാവരും. ഏത് ഉദ്യോഗസ്ഥൻ ഏത് കാലത്ത് ജോലി ചെയ്താലും നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഈ കേരളത്തിലെയോ രാജ്യത്തെയോ നീതിന്യായ സംവിധാനമോ പോലീസോ ഏത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏത് സമയത്ത് വിളിച്ചാലും കൃത്യമായി താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തുള്ള തെളിവും അതിനുശേഷവും തൻ്റെ നോളജിലുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എവിഡൻസ് കൊടുക്കണം. അതിന് പറ്റിയ രീതിയിൽ തന്നെയാണല്ലോ ഗവൺമെന്റ് സർവീസ് പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മാനുവൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ചെന്നൈക്ക് കൊടുത്തുവിട്ടു? ഇതേ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറും കൃത്യമായി അക്കമ്പനി ചെയ്യണം എന്നുള്ള നിർദ്ദേശം. ഇപ്പൊ അതിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ച എന്താ? നിയമാനുസൃതം ശാസ്ത്രവിധി അനുസരിച്ച് പോകണമെന്നാണ്. ആ നിയമാനുസൃതവും ശാസ്ത്രവിധി അനുസരിച്ച് പോകണമെന്ന തീരുമാനം എന്തുകൊണ്ട് വയലേറ്റ് ചെയ്തു? ആർക്ക് വേണ്ടി വയലേറ്റ് ചെയ്തു? എന്തുകൊണ്ട് 39 ദിവസം ഈ ഉണ്ണികൃഷ്ണൻ ഹോൾഡ് ചെയ്തു വെച്ചു? അത് വ്യത്യാസം വന്നത് എന്തുകൊണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും അതിന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും, ചെലവ് എന്നുള്ളത് നിൽക്കട്ടെ, ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണെന്ന്. ഉത്തരവാദിത്വം ദേവസ്വം ഉദ്യോഗസ്ഥർക്കില്ല, ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർമാർക്കില്ല. ഏതോ ഒരു പോറ്റി അങ്ങ് വന്നാൽ ഉത്തരവാദിത്വം നിങ്ങൾ എടുത്തോളൂ, പോറ്റി കൊണ്ടുപോകോളൂ എന്ന് പറയുന്ന സംവിധാനം എന്താണ്? ചോദിക്കണം. അത് ആ പോറ്റി എങ്ങനെയാണ് കേരളത്തിൽ വന്ന് ശബരിമലയിൽ ഇന്ന് വന്ന് ഇടപെടാനും സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരു അവതാര പുരുഷനായിട്ട് വരാൻ കാരണം ആദ്യം ആരാണ് ദേവസ്വം ബോർഡിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്? ഇതൊക്കെ അന്വേഷിക്കണമെന്ന്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും ശബരിമലയുടെ ഒരു ചില്ലി നാണയം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതെല്ലാം ശബരിമലയ്ക്ക് അർഹതപ്പെട്ടതാണ്, അവിടുത്തെ ഡയറ്റിക്ക് അർഹതപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ അന്വേഷിക്കട്ടെ. ഇപ്പൊ 2019 മുതൽ അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ. 2021 മുതൽ 2001 മുതൽ 2006 വരെ ഗവൺമെന്റ്, അതിനുശേഷം 2006 മുതൽ 11 വരെയുള്ള ഗവൺമെന്റ്, 11 മുതൽ 16 വരെ ഗവൺമെന്റ്, അതിനുശേഷം തുടർച്ചയായിട്ട് 9 വർഷം മുഴുവൻ അന്വേഷിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ സംവിധാനത്തെ നിയമാനുസൃതവും ശാസ്ത്രവിധി അനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? എന്തെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആര്? ക്രിമിനൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. ഇതിലൊന്നും ഒരു സംശയമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ആ ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇപ്പൊ 2 ദിവസമായിട്ട് വീതം വെച്ച് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. പറഞ്ഞോട്ടെ, ഇവർക്ക് പറയാം. പക്ഷേ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മടങ്ങിയെത്താം. എന്തായാലും വൈകിയെങ്കിലും സത്യം പുറത്തു വന്നാൽ അത്രയും നല്ലത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.